എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 9-ാം തീയതി 23/1/2026 വെള്ളിയാഴ്ച. ഇന്ന് നമുക്ക് ആദ്യമായി പതിവുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നിരാശ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. അതേപോലെ അപവാദങ്ങൾക്ക് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ദിവസമാണ്. പണത്തിലുള്ള തിരിമറികൾ ആരോപിക്കപ്പെടാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. മോഷണത്തിനും അതേപോലെ പറ്റിപ്പിനുമൊക്കെ ഇരയാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. രാത്രികാലങ്ങളിൽ ഗ്രഹം വളരെ ഭംഗിയായി അടച്ച് ഉറപ്പോടുകൂടി സൂക്ഷിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന രീതിയിലുള്ള ഉയർച്ച കുട്ടികൾക്കുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. അവർക്ക് വേണ്ടിയുള്ള വിദേശ പഠനത്തിനോ അവർക്ക് വേണ്ടിയുള്ള ആരോഗ്യകരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അനുഭവങ്ങളാണ് ഇന്നുണ്ടാവുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ജോലി മാറ്റത്തിന് പ്രതീക്ഷിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അതുപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ചില ആശ്വാസങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. കാലിന് ക്ഷതമേക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ഗ്രഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ഇന്നത്തെ ചില പൊള്ളലും മുറിവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുവാനോ അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധത്തിലോട്ട് നമ്മൾ വഴിതെളിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദർഭം തെളിഞ്ഞു വരാനൊക്കെ സാധ്യതയുണ്ട്. കായികമായി ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം വിഷമതകൾ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും എല്ലാ കാര്യത്തിലും ഒരു നന്മ പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കേസ് വഴക്ക് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ഉണ്ടാക്കുന്ന കുരുക്ക് അഴിക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി അവരവരുടെ സംസ്കാരമനുസരിച്ചുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയും നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ കർമാധിഷ്ഠിതമായ പൂർവ്വജന്മ കർമ്മങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിന് ബലം കൊടുത്തുകൊണ്ട് ചികിത്സാ രീതികൾ സ്വീകരിക്കുക. ഇഷ്ടജനങ്ങൾക്ക് ചിലർക്ക് ചില ആപത്തുകൾ വന്ന് സംഭവിക്കുവാനൊക്കെ സാധ്യത കാണുന്നു. അതുമൂലം യാത്ര അനിവാര്യമായി വന്നേക്കാം. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളോ ചിലവുകളോ ഒക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സങ്കീർണത കുറഞ്ഞു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. സങ്കീർണമായ പ്രശ്നങ്ങളിൽ കിടന്ന് വിഷമിക്കുന്നവർക്ക് ഇന്ന് അതിനുള്ള ഉതകുന്നതായ ഒരു ഫലം ലഭിക്കുന്ന ദിവസമാണ്. ഉല്ലാസയാത്രയ്ക്ക് പോകുവാനും സാധ്യത തെളിഞ്ഞു കിടന്നു. അല്ലെങ്കിൽ സ്വന്തക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് താരതമ്യേന ഇന്നലത്തേക്കാൾ വളരെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. പുതിയതായി ചില അസുഖങ്ങൾ
ഉണ്ടാകുവാനും അത് കണ്ടുപിടിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അതിനുതകുന്നതായ ചികിത്സാ രീതികളും തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന്ന് വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. ബ്ലഡ് പ്രഷർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ഇന്നത് വർദ്ധിക്കുവാനായിട്ടാണ് സാധ്യത കാണുന്നത്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകം. അതുകൊണ്ട് തീർച്ചയായും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. അതേപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്തെ ജോലിയിലുള്ള മാറ്റം ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു ഇന്നത്തെ ദിവസം. ചില അനാവശ്യമായ യാത്രകൾ മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. ചില മുറിവ്, ഒടിവ്, ചതവ്, ചില അസുഖങ്ങളൊക്കെ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു സംസ്ഥാനങ്ങളിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താ വെച്ചാൽ, അവിടുത്തെ വെള്ളമൊന്നും ഹോട്ടലുകളിൽ നിന്നൊക്കെ കുടിക്കാതെ ഇരിക്കുക. കഴിവതും ബോട്ടിലെ വെള്ളം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോവുകയൊക്കെ ചെയ്യണം. ജലജന്യമായ അസുഖങ്ങൾ മൂലം വളരെയധികം ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ കച്ചവടക്കാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കുമെന്ന്. വിവാഹ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. പങ്കാളിയുമായി കൂടിച്ചേർന്ന് പുതിയ ബിസിനസ്സുകൾ നടത്തുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിവാഹാധികാരികളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് കമിതാക്കൾക്ക് ഏറ്റവും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ദിവസമായിരിക്കും. എന്നാൽ യാത്രയ്ക്ക് അനുകൂലമായ ദിവസമായിരിക്കില്ല. നിരാശ ഉണ്ടാകുന്ന രീതിയിലുള്ള യാത്രകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കാത്ത യാത്ര മൂലം മനക്ലേശം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അതിന് പരിഹാരം ലഭിക്കത്തക്ക രീതിയിൽ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ചില നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഔദ്യോഗികമായ ചില യാത്രകൾ അനിവാര്യമായി വന്നേക്കാം. യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്നറിയാമല്ലോ. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷിച്ചിരിക്കാത്ത തരത്തിലുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് വലിയ ബിസിനസ്സുകൾ, വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും വ്യോമയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ചില സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ചില മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. തീപിടുത്തത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ജ്വലനം ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക്, ഗൃഹജോലികൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവരൊക്കെ ഇന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം തീയുമായി ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ കറണ്ടുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ നിർവഹിക്കുവാനായിട്ട്. ചോതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായ ചില ധനം ലഭിക്കുവാനായിട്ടും സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ കാര്യങ്ങളിൽ കരാറുകളിൽ ഒപ്പുവയ്ക്കാനുമൊക്കെ ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു. വസ്തുവകകൾ വാങ്ങുവാനും ഇന്നത്തെ ദിവസം ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കും.
അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നേടുവാനും അതുപോലെ പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പങ്കാളിയുമായി കൂടിച്ചേർന്ന് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ കലഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്, അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ബുദ്ധിപൂർവ്വം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. സന്താനങ്ങൾക്കുള്ള ഉന്നമനത്തിനുള്ള പ്രയത്നങ്ങളോ അല്ല സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ള ചികിത്സ സ്വീകരിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രതീക്ഷ ലഭിക്കുന്ന ദിവസമായിരിക്കും. മാതാപിതാക്കൾക്ക് വളരെയധികം സമാധാനം ലഭിക്കുകയും അവരുടെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില വൈഷമ്യങ്ങൾ മൂലം തലവേദനയോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ഒക്കെ വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. കാലിന് ചില കേടുപാടുകൾ സംഭവിക്കുവാൻ കാലിന് ചില മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സഞ്ചരിക്കുമ്പോഴും ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ധനം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ധനം മെറ്റലിലോ മറ്റോ നിക്ഷേപിക്കുവാനോ മെറ്റൽ കൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങുവാനോ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിലും സ്വയംകൃതാനർത്ഥം മൂലം സ്വന്തമായി ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ പരിണതഫലം മൂലം ചില മനക്ലേശങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. ധാരാളം പേരുമായി ഇടപാടുകൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്നവർക്ക് അവരുമായി ചില കലഹങ്ങളൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് കാണുന്നു. മധ്യസ്ഥത പറയാൻ പോകാതെ ഇരിക്കുക. ഏതെങ്കിലും രീതിയിൽ അപമാനപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഉത്തമ പങ്കാളിയെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു അനുഭവം വന്നേക്കാം. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഗ്രഹ നിർമ്മാണത്തിനോ വസ്തു വാങ്ങലിനോ ഒക്കെ ഉതകുന്നതായ ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിപരീതമായ ഫലങ്ങളാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഗൃഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഗൃഹാന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ഇന്ന് വളരെയധികം മോശപ്പെട്ട ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടി മുൻപോട്ട് പോവുക. ഔദ്യോഗിക രംഗത്ത് വർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. കേസും വഴക്കുമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതചര്യയിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് അസ്വസ്ഥരാകാനും സാധ്യത കാണുന്നു. ഗ്രഹം ഓടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ ഗ്രഹം വാങ്ങുവാനോ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്ക് ഉതകുന്നതായ ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളികളെ ലഭിക്കുവാനോ അല്ലെങ്കിൽ കൂട്ടാളികളെ ലഭിക്കുവാനോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക. കൂട്ടുകാർ ആര് വന്നാലും അവർക്ക് ഏതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ പുതുതായി വന്നാലും അവരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ ആരും പരസ്പരം അടുക്കാറില്ല എന്ന തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരോടും അടുപ്പം സൂക്ഷിക്കുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ അനുഭവങ്ങളാണ് വന്ന് ലഭിക്കുക. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന അനുഭവങ്ങൾ വരികയും പുതിയ കൂട്ടുകാർ മുഖേന ചില പുതിയ അവസരങ്ങൾ തെളിഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം.
മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ വന്നേക്കാം. അകലെ പോയ സന്താനങ്ങൾ തിരിച്ചു വരാനോ സന്തോഷം പങ്കിടാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ദീർഘായുസ്സിന് ഉതകുന്ന തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നത് മൂലം മനക്ലേശമുണ്ടാകാം. 7.5 ശനിക്കാലമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ശാസ്താക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്രത്തിൽ 5 പ്രദക്ഷിണവും വളരെ ഉചിതമായിരിക്കും. അതുപോലെ അവരവരുടെ വിശ്വാസവും ആചാരവും അനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ദൂരെയുള്ള ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്ന് പെടാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.